ഹായ് ഫ്രണ്ട്സ്, KPS വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ശ്രുതിക്ക് കാലുവേദന എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി എടുത്ത് പോക്കിയിട്ട് നടക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, ഏയ് എന്തായി കാണിക്കുന്നേ, ആൾക്കാർ കാണും, താഴെ ഇറക്ക്. കാലുവേദനിക്കുന്നില്ലേ, നടക്കണ്ട. അയ്യോ താഴെ ഇറക്ക്, ആരെങ്കിലും കാണും. ആ കണ്ടാലെന്താ എന്ന് പറഞ്ഞ് രണ്ടുപേരും സന്തോഷത്തോടെ ചിരിക്കുകയാണ്. ഈ ശ്രുതിയുടെ കാര്യം ശ്രുതി പറയാണ്. അപ്പോൾ അമ്മ അവിടത്തേക്ക് വരികയാണ്, അതായത് ചന്ദ്ര അങ്ങോട്ടേക്ക് വരികയാണ്. പൊക്കിയെടുത്ത് കൊണ്ടുവരുന്നത് കണ്ടിട്ട് ചന്ദ്ര ചോദിക്കുകയാണ്, എന്ത് പറ്റി, എന്താ പൊക്കിയെടുത്തുകൊണ്ടിരുന്നത്? ശ്രുതി പറയാണ്, ഒന്നുമില്ല അമ്മേ, അത് ഇറങ്ങിയപ്പോൾ കാല് വേദനിക്കുന്നു എന്ന് പറഞ്ഞു, അതാ. എന്ത് പറ്റി കാലിന്, നോക്കട്ടെ. അയ്യോ കുഴപ്പമൊന്നുമില്ല ആൻറ്റി, ഞാൻ ടയേർഡാ, പാർലറിൽ നിന്ന് കാല് വേദനിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആൻറ്റിയുടെ മോൻ എന്നെ എടുത്തോണ്ട് വന്നതാ. നിങ്ങളെ ഈ സ്നേഹം കാണുമ്പോൾ എനിക്ക് സന്തോഷമായി മക്കളെ, എന്നും ഇങ്ങനെ തന്നെ വേണം. ശ്രുതിക്ക് ചിരി വന്നിട്ട് പറയാണ്, വേറെ ഏതെങ്കിലും അമ്മായിമാരാണെങ്കിൽ എന്തായി കാണിക്കുന്നേ, ആളുകൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് പറയും, നാണോ ഇല്ലേ നിങ്ങൾക്ക് എന്നൊക്കെ ആയിരിക്കും പറയാ. അമ്മ വേറെയാ, നിന്നെ അവൻ എടുത്തുകൊണ്ട് വന്നതിനേക്കാൾ സന്തോഷം ആൻറ്റിയുടെ മകൻ എന്ന് പറഞ്ഞില്ലേ. ആ അപ്പോൾ ശ്രുതി ചോദിക്കാണ്, അതിനെന്തിനാ ഇത്ര സന്തോഷം? ഭർത്താവ് സ്വന്തം കൈകളിൽ തന്നെ വേണം, അവൻ്റെ അമ്മയെ കാണരുത്, അമ്മയോട് മിണ്ടരുത്, സ്നേഹിക്കരുത്. എനിക്കറിയാവുന്ന പല പെൺപിള്ളേരെയും മനസ്സിലിരിപ്പ് ഇതൊക്കെയാ. പക്ഷേ മോൾ അങ്ങനെയല്ല. എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നതിന് പകരം ആൻറ്റിയുടെ മകൻ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു മരുമകളെ കിട്ടിയത് ഭാഗ്യം എന്നില്ലാതെ എന്ത് പറയാനാ. മോക്ക് നല്ല ക്ഷീണമുണ്ട്, ഇവിടെ ഇരിക്ക്, ഞാൻ കുടിക്കാൻ പാലെടുത്തിട്ട് വരാം. ഒന്നും വേണ്ട ആൻറ്റി, സാരമില്ല. വേണം, ബദാം പൗഡറും കുങ്കുമപ്പൂവും ഒക്കെ ഇട്ടാൽ നല്ല പാല് കൊണ്ടുതരാം, കുടിച്ചാൽ ക്ഷീണം മാറും. രണ്ടുപേരും ഇരിക്ക്. ശ്രുതി ഇരിക്ക്. ശ്രുതി പറയാണ്, ശ്രുതി അമ്മയ്ക്ക് നിന്നോട് എന്തൊരു സ്നേഹ. ആ അങ്ങനെയാ സ്നേഹമുള്ള അമ്മമാർ. അവൻ രണ്ട് കൈയും വെച്ച് അവളെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, ഏയ് എന്തായി കാണിക്കുന്നേ? അല്ല ഞാൻ കുറേ സമയം എടുത്തുകൊണ്ട് വന്നതല്ലേ, അതിന് ഒരു ചെറിയ സമ്മാനമൊക്കെ തരാം. അപ്പോൾ ശ്രുതി പറയാണ്, ഒരടി ഞാൻ തരും. അവൻ്റെ മൂക്ക് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് അവൾ പറയാണ്, എൻ്റെ പൊന്നു മോൻ, അങ്ങനെ ഇപ്പോൾ സമ്മാനമൊന്നും മേടിക്കണ്ട, അമ്മയാവട്ടെ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൊഞ്ചിക്കുഴയാണ്. രേവതി അടുക്കളയിലാണുള്ളത്, എന്തൊക്കെയോ പച്ചക്കറിയൊക്കെ മുറിച്ചിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ചന്ദ്ര വന്നിട്ട് പറയാണ്, ഡി ഇവിടെ വെച്ച ഫ്ലാസ്ക് എന്തിയേ? ഫ്ലാസ്ക് അമ്മേ, പാലൊഴിച്ച് വെച്ച ഫ്ലാസ്ക്. എന്താ അതെടുത്ത് കുടിച്ചോ? പൂച്ചയാണല്ലോ, എടുത്ത് കുടിച്ചു കാണും. അപ്പോൾ രേവതി ചോദിക്കുകയാണ് ചന്ദ്രയോട്, ഈ മുഖത്തിരിക്കുന്നത് കണ്ണാണോ അതോ ഗോലിയാണോ? മേടിച്ച് നോക്ക്, ഫ്ലാസ്ക് അവിടെയുണ്ട്. ചന്ദ്ര ഗ്ലാസ് എടുത്തിട്ട് 2 ഗ്ലാസ്സിൽ പാലൊഴിക്കുകയാണ്. അപ്പോൾ രേവതി വന്നിട്ട് പറയാണ്, അതേ കട്ട് കുടിക്കേണ്ട ആവശ്യം എനിക്കില്ല, അങ്ങനെയുള്ള പതിവും എനിക്കില്ല. നീ നിന്ന് വർത്തമാനം പറയാതെ ഭക്ഷണം ഉണ്ടാക്കടി വേഗം. ശ്രുതിയും വന്നിട്ടുണ്ട്. അവർക്ക് വിശക്കുമ്പോഴേക്കും ഭക്ഷണം റെഡി ആവണം. ഇപ്പം തന്നെ വിശക്കുന്നുണ്ടാവും അവർക്ക്. എല്ലാമേ ശ്രുതിക്ക് നീ കുടിക്ക്, അവന് രാത്രിയിൽ പാൽ കുടിക്കാറില്ല, കോഫി കുടിക്കൽ. ആൻറ്റി ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ട് കുടിക്കാം. ആ 1 മിനിറ്റ് മോനെ, നീ എണീറ്റേ. എല്ലാ ദിവസവും രാത്രിയിൽ വന്നാൽ രണ്ടുപേരും ദൃഷ്ടിദോഷം മാറ്റണം. എന്തിനാ ആൻറ്റി? നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ കഴിയുന്നു. നിൻ്റെ ഭർത്താവ് നിന്നെ നന്നായി നോക്കുന്നുണ്ട്. ഒക്കെ കാണുമ്പോഴേ ചിലരുടെ കണ്ണിൽ കുത്തൽ വരും, കണ്ണുകൊള്ളും. അപ്പോഴേക്കും നന്നായി കുടിച്ചിട്ട് അവിടെ സച്ചി വന്നിട്ടുണ്ട്. അവൻ തന്നെ വരുന്ന വരവിൽ വീഴാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവൻ പറയാണ്, ആരാടാ എന്നെ പിടിച്ച് തള്ളുന്നത്? ആ ധൈര്യം ഉണ്ടെങ്കിൽ മുന്നിൽ വാടാ. ആരുമില്ലേ? സച്ചി ആടിക്കുഴഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ രേവതിക്ക് വിഷമാകുന്നുണ്ട് അത് കണ്ടിട്ട്. ഏയ് പോയി. അപ്പോൾ ശ്രുതി പറയാണ്, അമ്മേ കണ്ടില്ല അമ്മേ, 4 കാലിലാണ് വന്നിരിക്കുന്നത്. ആദ്യമായിട്ടൊന്നുമല്ലല്ലോ ഇങ്ങനെ, കുറച്ച് നാൾ ഈ കൂത്തില്ലായിരുന്നു, ഇപ്പം വീണ്ടും തുടങ്ങി. ശ്രുതി പറയാണ്, നിൽക്കാൻ പോലും പറ്റുന്നില്ല അവന്. അപ്പോൾ ശ്രുതി, അവൻ അങ്ങനെയാണ് ശ്രുതി, അവൻ്റെ ക്യാരക്ടർ നിനക്ക് മനസ്സിലാവാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ സച്ചി പറയാണ്, കാറിനുള്ളിലിരുന്ന് എന്തായി കാണിക്കുന്നത്, ഇറങ്ങടാ എന്നൊക്കെ പറയാണ്. അപ്പോൾ ബാക്കിൽ നിന്ന് രേവതി പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ഇവിടെ വീട്ടിലാണുള്ളത്, കാറിലല്ല. ഓ അതാണ് സ്റ്റിയറിങ് കാണാത്തത്, ഇത് വീടാണല്ലേ. എന്താ ഇത്, കുറേ കാലം നിർത്തിയതാണല്ലോ, എന്തിനാ കുടിച്ചേ? തുടരുത് എന്നെ തുടര്, നീ കാരണം ഞാൻ കുടിച്ചത്. അന്ന് നീ ഈ സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ ഗജാനന്ദൻ്റെ തല അടിച്ച് പൊട്ടിച്ചേനെ. പക്ഷേ നീ എന്നോട് പറഞ്ഞില്ലല്ലോ, മറച്ചു വെച്ചില്ലേ. പറഞ്ഞല്ലോ, നിങ്ങളുടെ നല്ലതിന് വേണ്ടി ഞാൻ പറയാതിരുന്നത്. പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ജയിലിൽ പോയേനെ. നീ മിണ്ടിപ്പോകരുത്, നീ കാരണം ഞാൻ ഈ അനുഭവിക്കുന്നേ.
നീ കാരണാ നീ എല്ലാവരുടെയും മുമ്പിലും ഞാൻ ചെറുതായി. ആരും പുറത്തിറക്കാൻ പറ്റുന്നില്ല. ഇനിയും വേണം കാശ്. ഫിനാൻസർ എടുത്തുനിന്ന് വാടക കാശ് കുറച്ച് തരണമെന്ന് പറയുമ്പോൾ ഫിനാൻസർ ചോദിക്കുക, കുറക്കാനെന്താടാ ഞാൻ എന്താടാ നായയോ എന്ന് പറഞ്ഞ് അയാൾ കുരച്ച് കാണിക്കുക. അയാൾ എന്നിട്ട് നായയെ പോലെ കുരച്ച് കാണിച്ച് എന്നെ പരിഹസിച്ച്. കാശ് കയ്യിലില്ലെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറയാ ഭാര്യയുടെ കഴുത്തിൽ കിടക്കുന്ന ആഭരണങ്ങൾ എടുത്ത് പോകാൻ വേണ്ടിയിട്ട്. അയാൾക്ക് മുമ്പിൽ ഞാൻ ചെറുതായിപ്പോയി. ശ്രുതി പറയാണ്, എടാ സച്ചി, ഈ വീട്ടിൽ നീയും നിൻ്റെ ഭാര്യയും മാത്രമല്ല താമസിക്കുന്നത്, വേറെയും ആൾക്കാരുണ്ട്. എടാ കുറച്ചെങ്കിലും ഡീസൻസ് കീപ്പ് ചെയ്യാൻ നോക്ക്. ആര് ആര് നീയാണോ ഈ പറഞ്ഞേ? കൂടി നിർത്തിയില്ലല്ലേ? നീ നല്ലവനായി നടക്കുന്നത് നിർത്തിയില്ല അല്ലേ? അപ്പോൾ ശ്രുതി പറയാണ്, നിന്നോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഈ വെളിവില്ലാത്ത നിന്നോട് എന്ത് പറയാനാ? നിനക്ക് വെളിവുണ്ടോടാ തൊണാപ്പി? വെളിവുണ്ടെങ്കിൽ നീ ഇങ്ങനെ ആവുക? ഡാ, എല്ലാം നീയാടാ തുടങ്ങി വെച്ചത്. നിന്റെ തലമണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കും എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ മാറിപ്പോയി. അപ്പം ചന്ദ്ര സച്ചിയുടെ അടുത്ത് പോയിട്ട് പറയാണ്, കുടിച്ചാൽ വയറ്റി കിടക്കണം, മറ്റുള്ളവരുടെ മേക്കിട്ട് കയറുകയല്ല വേണ്ടത്. മേക്കിട്ട് കയറിയാൽ നിങ്ങൾ എന്തോന്ന് ചെയ്യും എന്ന് പറഞ്ഞ് ചന്ദ്രയ്ക്കൊക്കെ രേവതിയോട് പറയാണ്, പിടിച്ചു കൊണ്ടുപോയി ഇവനെ വല്ല തോട്ടിലോ പുഴയിലോ മുക്ക്. നാറ്റം. എന്നാലും നിങ്ങളുടെ മനസ്സിൻ്റെ ഒക്കെ നാറ്റം ആദ്യത്തിനില്ല. പിന്നെ ദേ, പുഴയിലോ തോട്ടിലോ കൊണ്ടുപോയി മുക്കേണ്ടത് അവനെ. ചെയ്തു കൂട്ടിയ പാപം എത്ര മുങ്ങിക്കളിച്ചാലും പോവില്ല. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്ക്, കഴുകിക്കളയാൻ പറ്റുമോന്ന്. ഡാ ഡാ സോഡാ കുപ്പി. ശ്രുതിയെ വിളിക്കണം സച്ചി. അന്ന് നീ ഓടിപ്പോയില്ലായിരുന്നെങ്കിൽ, എന്താടാ അന്ന് നീ ഓടിപ്പോയില്ലായിരുന്നെങ്കിൽ. അവന് ഛർദി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇവിടെ വെള്ളമൊന്നുമില്ലേ? അപ്പോഴാണ് അവൻ പാല് കണ്ടത്, ശ്രുതിക്ക് കൊണ്ടുവച്ചത്. അപ്പോൾ പറയാണ്, ആ വെള്ളം പെയിൻ്റ് അടിച്ച വെള്ളം. പാല് നോക്കിക്കൊണ്ടവൻ പറയാണ്, വെള്ളപ്പച്ച വെള്ളമോ? അതിൻ്റെ അകത്ത് വിരലിട്ടിട്ട് കിടക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇതെന്താ ഇങ്ങനെ? അപ്പം ചന്ദ്ര പറയാണ്, എടാ നീ എന്തായി കാണിക്കുന്നേ? അവൻ ഒറ്റ വലിക്കത് കുടിക്കുകയാണ്. അപ്പം ചന്ദ്ര പറയാണ്, എടാ കുടിയാ, അത് പാലാ. എന്ത് വൃത്തികേടാ നീ കാണിക്കുന്നേ? എടാ വൃത്തികെട്ടവനെ, അത് കുടിക്കാതെ. അത് ശ്രുതിക്ക് വെച്ച പാലാ. നാണക്കെട്ടവൻ, കുടിച്ചു തീർത്തല്ലേ? അല്ല, ആർക്കെടുത്ത് വെച്ച പാല്? അപ്പം ശ്രുതി പറയാണ്, ശ്രുതിക്ക്, എൻ്റെ വൈഫിന്. ഇത് എങ്ങനെ? അവൾക്കെടുത്ത് വെച്ച പാലോ? എങ്കിൽ അവളുടെ പേര് എഴുതി വെക്കണ്ടേടാ. അവൾ ജോലി ചെയ്ത് ക്ഷീണിച്ച് വന്നിരിക്കുക, അല്ലാതെ നിന്റെ ഭാര്യയെപ്പോലെ സദാസമയം വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നവളല്ല. ബദാം പൗഡറും കുങ്കുമപ്പൂവും ഒക്കെ ഇട്ട പാലാ നീ കുടിച്ചത്. ചെമ്പകപ്പൂവും മല്ലികപ്പൂവും. അമ്മേ, എന്താ ഇവൻ പറയുന്നത്? ശ്രുതി ഇവിടെ ഉണ്ടെന്നുള്ള ബോധം പോലും ഇവനില്ല. ശ്രുതി ഉണ്ടായാൽ, ഈ മേക്കപ്പുകാരി ഇവിടെ ഉണ്ടായാൽ എന്താടാ പ്രശ്നം? എന്താ പറയാണ്, ഷോ എന്തൊരു കഷ്ടമായത്. എന്താടി നീ നോക്കി നിൽക്കുന്നേ? പിടിച്ചവനെ മുറി കൊണ്ടുപോ. മുറിയിലേക്ക് പോകാം. മാറി നിൽക്കടി, തുടരുത് തന്നെ. എന്നോട് മറച്ചു വെച്ചില്ലേ നീ? എന്നെ മണ്ടനാക്കിയില്ലേ? എൻ്റെ സമാധാനം കളഞ്ഞില്ലേ? എന്തിനാ മറച്ചു വെച്ചതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ആ മുറിയിലേക്ക് വാ. എന്നെ വിടറി, എന്നെ തുടരുതെന്ന് പറഞ്ഞില്ലേ? നീ പോ, നീ പറഞ്ഞാൽ കേൾക്കില്ലേ എന്ന് പറഞ്ഞ് രേവതിയെ തള്ളുകയായിരുന്നു. അപ്പോഴാണ് അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഏയ് സച്ചി, സച്ചി, അച്ഛാ. അച്ഛൻ എന്താ ഇത്ര ലേറ്റായത്? നീ കുടിച്ചിട്ടുണ്ടോ? ആ കുടിച്ചിട്ടുണ്ട്. ബദാമും കുങ്കുമപ്പൂവും പാലിൽ എല്ലാം ചേർത്തുണ്ടാക്കിയത്. അതല്ല, നീ മദ്യപിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചേ. അച്ഛാ, സച്ചി വിളിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര വന്നിട്ട് പറയാണ്, കണ്ടാൽ മനസ്സിലാവില്ലേ നിങ്ങൾക്ക്? എന്തിനാ ചോദിക്കുന്നേ? അയയിലിട്ട തുണി കാറ്റിനാടുന്നത് പോലെ ആടുന്നത് കാണുന്നില്ലേ? മാറിയിട്ട് ഇവിടെ നിൽക്കാൻ വയ്യ. മാറിയിട്ട് നിൽക്കാൻ പറ്റുന്നില്ലേ? ഇരുന്നൂടെ എന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് പോവാണ്. അവരൊറ്റ തട്ട് കൊടുത്തു. അപ്പോൾ ശ്രുതി പറയാണ്, ഇവനെ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ലല്ലോ. കുറച്ച് നാൾ മുമ്പ് വരെ ഇങ്ങനെ തന്നെയായിരുന്നു. കുടിക്കുന്ന കാര്യത്തിലാണ് അവൻ ഡിഗ്രി എടുത്തിരിക്കുന്നത്. ഡാ 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 എന്താടാ പറഞ്ഞത്? നിന്നെ ഞാൻ അടിച്ച് പല്ല് കഴിച്ചാളിയോ? എന്താടാ പറഞ്ഞത് നീ? ഞാൻ എൻ്റെ കാശിനാണ് കുടിക്കുന്നത്. പൗഡർ എടുത്തി? ആ ഇവരോടെ പോയി പൗഡർ എടുത്തി. നിങ്ങൾക്ക് ഇവനെക്കുറിച്ച് എന്തറിയാം? പഠിച്ച് വീട് മുടിച്ചു എന്നല്ലാതെ ഇവനെ കൊണ്ട് ആർക്കും ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. അപ്പം അച്ഛൻ വിളിക്കുകയാണ്, സച്ചി, ഇത്രയും കാലം കുറ്റിയടിച്ചതുപോലെ വീട്ടിലിരുന്നു. 10 രൂപ, ഒരു 10 രൂപ പോലും അവൻ ഇന്നേ വരെ വീട്ടിൽ കൊടുത്തിട്ടില്ല. ഞാനാ കൊടുക്കുന്നത്. നിങ്ങൾക്കറിയോ? ഒരു മല തന്നെ എൻ്റെ തലയിലുണ്ട്. ഈ വീട്ടു ചിലവെല്ലാം ചെയ്യുന്നത് ഞാനാ. അപ്പം ചന്ദ്ര വിളിക്കുകയാണ്, ശ്രുതി, ഇവൻ പറയുന്നതൊന്നും വിശ്വസിക്കല്ലേ. ഇവൻ കുടിച്ചിട്ട് വന്നിട്ട് അതും ഇതൊക്കെ പറയാ. ശ്രുതി വീട്ടിൽ കാശ് തന്നിട്ടുണ്ട്. പിന്നെ
ഈ വീട്ടിൽ കിളച്ചി മറിച്ചിട്ടുണ്ട് അവൻ. പൗഡറേട്ടത്തി, ഞാൻ പറഞ്ഞില്ലേ 1 രൂപ 1 രൂപ കൊടുത്തിട്ടില്ല ഇവൻ. ഇവൻ ഇട്ടിരിക്കുന്ന ഈ ഷർട്ട് പോലും. ഡാ, ചന്ദ്ര വിളിക്കുകയാണ്. അപ്പോൾ എടേ ആ അപ്പോൾ ശ്രുതി പറയാണ്, എന്താ എങ്ങനാ? അപ്പോൾ സച്ചി ശ്രുതിയോട് പറയാണ്, നമ്മളെന്താ എവിടെയാ പറഞ്ഞു നിർത്തിയേ? ഈ ഷർട്ട് പോലും എൻ്റെ കാശിന് വാങ്ങിയതല്ല, എന്നിട്ടും ഒളുപ്പില്ലാതെ നല്ലവൻ. ഞാൻ മദ്യപാനി. നീ മദ്യപാനി തന്നെയാ, കുടിയൻ. പാലും തൈരും ഒന്നും നല്ലല്ലോ നീ കുടിക്കുന്നത്. എടാ സച്ചി, എന്താടാ ഇതൊക്കെ? അച്ഛാ, ഞാൻ കുടിയനല്ല അച്ഛാ. കുടിച്ചിട്ട് വന്നെന്ന് പറഞ്ഞോട്ടെ വീട്ടിൽ, പക്ഷേ ഞാൻ കുടിയനല്ല. മനസ്സ് വിഷമിപ്പിച്ചപ്പോൾ ഇച്ചിരി മരുന്ന് കഴിച്ചു, അത് ഇത്രയേ ഉള്ളൂ. പുതിയ നോക്കിയിട്ട് പറയാണ്, എല്ലാം ഈ ഓടിപ്പോയവൻ കാരണം. ഓട്ടേട്ടത്തി, ഇവൻ ചെയ്ത ചതി എന്താണെന്നറിയോ നിങ്ങൾക്ക്? ശ്രുതി അവൻ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ശല്യം. ശ്രുതി, നീ ഇവളെ കൊണ്ട് മുകളിലേക്ക് പോയിക്കോ. ശരി അമ്മേ. ശ്രുതി വാ. ഡാ നീ റൂമിൽ പോയി കഥ കടച്ചിരുന്നോടാ. പക്ഷെ സത്യം കുറേ കാലം കഴിയുമ്പോൾ പുറത്തു വരും, അത് നീ മനസ്സിലാക്കിക്കോ. കണ്ടില്ലേ ഇവൻ കാണിക്കുന്നത്? ഇപ്പം കയറി വന്ന മരുമകളല്ലേ അവള്. അവക്ക് മുന്നിൽ വെച്ച് നാണം കെടുത്തില്ലേ ഇവൻ. ശ്രുതി നമ്മുടെ കുടുംബത്തെക്കുറിച്ച് എന്ത് വിചാരിക്കും? നീ വാതിൽ അടച്ച് അകത്തേക്ക് പോയിക്കോ. എൻ്റെ വായടപ്പിക്കാനേ നിങ്ങൾക്ക് പറ്റൂ. ബാക്കിയുള്ള ഒന്നും നിങ്ങളെ കണ്ണിൽ കാണുകയില്ല. പറ്റിയ ഒന്നിനെ കെട്ടിക്കൊണ്ട് വരികയും ചെയ്തു. രണ്ടിനെയും കൊണ്ട് മാന്യമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ചന്ദ്രയെ നിന്നോട് പോകാനാ പറഞ്ഞേ. സച്ചിയെ പിടിച്ച് കുലുക്കിയിട്ട് പറയാണ് അച്ഛൻ, എടാ എന്താടാ നിനക്ക് പറ്റിയേ? നീ കുറച്ച് നാൾ വരെ ഒന്നും കുളിച്ചില്ലല്ലോ. അങ്ങനെ കുടിക്കാതിരുന്നപ്പോൾ എന്തുമാത്രം സന്തോഷിച്ചതാ ഈ അച്ഛൻ. നീ വീണ്ടും തുടങ്ങിയോ? അച്ഛാ, എല്ലാവരും എന്നെ അപമാനിക്കുക, എന്നെ പരിഹസിക്കുക, എനിക്ക് തലകുനിക്കേണ്ടി വരിക. അതിനിങ്ങനെ കുടിച്ചിട്ട് വരിക വേണ്ടേ? നീ ഇങ്ങനെ ആയാൽ ഈ അവഗണിക്കപ്പെടുന്നത് ഈ പാവം കൊച്ചിനെയല്ലേ? ഇതിനാടാ നീ ഇങ്ങനെ അവളെ വിഷമിപ്പിക്കുന്നേ? അവൾക്ക് വിഷമോ? അവൾ ജോളിയായിട്ടിരിക്കുക അച്ഛാ. എവള് കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എൻ്റെ കാറ് പോയി, എൻ്റെ കാശില്ല അച്ഛാ. അന്ന് ഇവളുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടാണ് ആ ഗജാനന്ദനെ അടിച്ചത്. അതിനവൻ എനിക്ക് പണി തന്നു. സത്യം ഇവൾ എന്നിൽ നിന്ന് മറച്ചു വെച്ചച്ചാ. സച്ചി, നീ ഒന്ന് സമാധാനിക്ക്, ഒന്ന് സമാധാനപ്പെടുമോനെ. ഇപ്പം എന്ത് പറഞ്ഞാലും നിൻ്റെ മനസ്സിൽ കയറില്ല അല്ലേ മോൻ? ചെല്ല്. ഇല്ല അച്ഛാ, ഇവള് കാരണ. ഇവളോട് ചോദിക്കണം എനിക്ക്. എടീ എന്ന് പറഞ്ഞില്ലേ മോൻ? ചെല്ല്. എങ്ങനെയൊക്കെയോ മുകളിലേക്ക് കയറി പോവുകയാണ്. അതിനിടയ്ക്ക് പറയുന്നുണ്ട്, എൻ്റെ കാറെല്ലാം പോയി. അവൾക്ക് വേണ്ടിയാണ് ഞാൻ തല്ലുണ്ടാക്കിയത്. ഇതൊക്കെ കേട്ടുകൊണ്ട് നിന്ന രേവതി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോള് വിഷമിക്കാതെ, ഞാൻ അവനോട് നാളെ സംസാരിക്കാം. കുറച്ച് നാൾ മുമ്പ് അത്രമാത്രം സ്നേഹത്തിലും സന്തോഷത്തിലുമായിരുന്നു ഞങ്ങൾ. കൂടുതൽ സന്തോഷിച്ചാൽ കരയേണ്ടി വരുമെന്ന് പറയാറുണ്ട്. ദൈവം തുടങ്ങിയെടുത്ത് തന്നെ കൊണ്ടുപോയി നിർത്തി. അങ്ങനെ രേവതി മുറിയിലേക്ക് പോയി. മുറിയിലേക്ക് കയറിയപ്പോൾ കാണുന്നത് സച്ചി തറയിൽ കിടന്നിട്ട് കാല് കട്ടിൽ കയറ്റി വെച്ചിട്ടാണുള്ളത്. അതൊക്കെ കണ്ടപ്പോൾ അവൾക്ക് വല്ലാതൊരു വിഷമമായി. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് എന്നോട് വരുന്നതാണ്. അതുവരേക്കും ബൈ.